ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോണത് എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ എൻ്റെ കസിനാണ് ഉണ്ടാക്കുന്നത്. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ നമുക്ക് വേറെ ഉണ്ടാക്കി കാണിച്ചു തരാം പുതിയത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വേണ്ട സാധനങ്ങൾ മൈദ വേണം, വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം, വെള്ളവും വേണം. ഫസ്റ്റ് നമ്മൾ മൈദ ഇടണം അതിലോട്ട്. ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള അളവ് ഉണ്ടാക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഉപ്പിട്ടിട്ട്, ഉപ്പും വെള്ളവും ഈക്വൽ ആയിരിക്കണം. വെള്ളം ഇട്ടിട്ട് അത് അരിച്ചെടുക്കണം. ആ വെള്ളം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരിയും. അപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒഴിക്കുക. ഇച്ചിരി ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യണം. ഉപ്പ് വെള്ളം തന്നെയാണ് ഒഴിക്കണത്. എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത്രയും മീൽ ഉണ്ടാക്കാം. വെള്ളം കൂടി പോവുകയാണെങ്കിൽ മൈദ ഇട്ട് ഇതാക്കിയാൽ മതി. നിങ്ങൾക്ക് മൈദക്ക് പകരം വേണമെങ്കിൽ കോൺഫ്ലവറും എടുക്കാം. പക്ഷെ ഏറ്റവും നല്ലത് മൈദയാണ്. പിന്നെ നമുക്ക് ഇതിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അപ്പം നമുക്ക് മൈദ ഇട്ട് ഇതാക്കാം. പിന്നെ ഇത് കുറേ നാൾ വെക്കാനൊന്നും പറ്റൂല. കാരണം ഇത് കുക്ക് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാലം വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ച ക്ലേയും ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക്. അത് ഫസ്റ്റ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഉണ്ടാക്കിയതാണത്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട്. അതിൽ ഒട്ടിപ്പിടിക്കുന്നു. ചപ്പാത്തി മാവ് കുഴക്കണം. അത് വേണം ഇത് കുഴക്കാൻ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തു. എന്നിട്ടും ഒരു പശവശം വാങ്ങി തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി മൈദ ആഡ് ചെയ്യാം. ആ പശവശം മാറിയിട്ടുണ്ട്. ഇതിൽ ബാക്കി ഇച്ചിരി മൈദ വന്നിട്ടുണ്ട്. അത് നമുക്കെടുത്ത് മാറ്റാം. ഓക്കെ, നമുക്ക് ഇതിലോട്ട് 2 തുള്ളി പാരഷൂട്ട് ഏതെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്യാം. കൈ കൊണ്ട് നന്നായിട്ട് വലിച്ച് മിക്സ് ചെയ്യണം. ഇതിൽ ഉപ്പാണ് ഇതിൽ കേടാവാതിരിക്കാൻ സഹായിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് റാപ്പ് ചെയ്യാം. ഗായ്സ്, ഇത് ഇവിടുത്തെ പൂച്ചയാണ് വൈറ്റി. നമ്മൾ ഫുഡ് എടുത്തേക്കണം, അത് കഴിക്കണം. ഇടയ്ക്ക് വെച്ച് കരഞ്ഞത് ഇവനാണ്. അടുക്കളയിലേക്ക് ഓടിപ്പോയതാണ്.
ഇത് ഓപ്ഷണലാണ്. ഒന്നില്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇതാക്കി ഇടാം, അല്ലെങ്കിൽ ഇതേമാതിരി ഒരു ക്ലീൻ റാപ്പിൽ എടുത്തിട്ട് അതിന് മുന്നേ ഇതിൽ ഇച്ചിരി ഓയിൽ വരയ്ക്കണം. ഫസ്റ്റ് തന്നെ ഇതൊന്ന് റൗണ്ടാക്കി എടുക്കാം. ശരി, ഇതേമാതിരി റൗണ്ടിൽ ഓയിൽ വരയ്ക്കാം. മിക്സ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇതേമാതിരി വല്ല ക്ലീൻ റാപ്പറിലോ ഈ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ഇട്ട് വെക്കാം. ഞാൻ ക്ലീൻ റാപ്പർ ഒന്ന് പൊതിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് റാപ്പ് ചെയ്യാം. ഈ റാപ്പർ കുറേ നാളായി എടുത്തിട്ട് അതുകൊണ്ട് ഇതിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റാപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതായിട്ടുള്ള ഇത് വർക്കാവണ്ടെന്നുള്ള പരീക്ഷണമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരാം. ഇത് കഴിഞ്ഞിട്ടുള്ള റാപ്പ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഗൈസ്, ഇതാണ് വൈറ്റി. നോക്ക് വൈറ്റി, നോക്ക് നോക്ക് ഗൈസ്. വൈറ്റി ഇപ്പോൾ ഫുഡ് കഴിച്ചുള്ള അത് കാരണം ഗൈസ്. വൈറ്റി വൈറ്റി തിരിച്ച് അടുക്കളയിലേക്കാണ് എന്തെങ്കിലും മീൻ കിട്ടുമോ നോക്കി. അപ്പോൾ നമുക്ക് തിരിച്ചതേ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കണേണ് ഇവിടെ. വൈറ്റ് അടുക്കളയിൽ ചെന്ന് കരയുന്നുണ്ട്. ഉമ്മച്ചി അവിടെ മീൻ ഇവന് കൊടുക്കാനുള്ള നന്നായിക്കൊണ്ടിരിക്കണേണ്. ഇവനല്ല, ഞങ്ങൾക്കും കൂടെ ഉള്ളതാണ്. നിങ്ങൾ ഓണമൊക്കെ ആഘോഷിച്ചോ? എന്തായിരുന്നു പരിപാടി? കമൻറ്റ് ചെയ്യണേ. ഓ, ഏകദേശം തീരാനായി. ഈ റാപ്പറിന് ഇച്ചിരി എന്തോ ഒരു വശപുശകൊണ്ടുകൊണ്ടാണ് ഇത്ര നേരം എടുക്കണേ. നല്ല റാപ്പർ വല്ലതായിരുന്നെങ്കിൽ എപ്പോഴേ പണി കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിങ്ങനെ നെക്കി ഒന്നും കളയാൻ പാടില്ല. ഊട്ട വന്നത് ഡ്രൈ ക്ലേ ആയതുകൊണ്ട് ഡ്രൈ ആയി. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു എയർ ഡ്രൈ കണ്ടെയ്നർ, എയർ കയറാത്ത ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇതാക്കുക. അതേ പൂച്ച തല്ല് കിട്ടാനുള്ള പണിയാണ് അവിടെ കാണിക്കുന്നത്. ഗൈസ് കാണാൻ പറ്റില്ല, നമുക്ക് കാണിച്ചു തരാം. തിന്നാനൊക്കെ ഇരിക്കുന്നു മീൻ കണ്ടാ വൈറ്റി. ഇതിട്ട് കൊടുക്കുന്നു. വൈറ്റിക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് വീഡിയോ ഗായ്സ്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ വീഡിയോക്ക് പറയാനുള്ളത് കാരണം നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഗായ്സ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്തോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.